മുംബൈ ആർദർ റോഡ് ജയിലിൽ റിമാൻഡ് ചെയ്യപ്പെട്ട എന്നെ ജാമ്യത്തിലിറക്കാനോ കേസ് നടത്താനോ നാട്ടിൽ നിന്ന് ആരും വന്നില്ല. പക്ഷെ ജയിലിൽ എന്നെ കാണാൻ ഒരാൾ വന്നു, കരീം ലാല. ജോർജ് കുട്ടിയുടെ ശത്രുവായ കരീം ലാല എന്നെ ജാമ്യത്തിലിറക്കി. ജോജി എവിടെ? ജോജി ഇപ്പൊ ഇറ്റലിയിലാ, സെമിനാരി നയിച്ചതാ. അപ്പച്ചി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ജെസ്സിയുടെ വേർപാടിന്റെ വേദനയിൽ നിന്ന് ഈ കുടുംബം ഇനിയും കരകയറിയിട്ടില്ല. ഇനിയും ദുഃഖിപ്പിക്കാനാണോ നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം? കോടതിയുടെ മുന്നിൽ ഞാൻ തെറ്റുകാരനാണെങ്കിലും അപ്പച്ചിയുടെ ക്രിസ്റ്റി ഒരു കൊലപാതകയായി മാറുമെന്ന് അപ്പച്ചി കരുതുന്നുണ്ടോ? ഇവനാണ് ഇവനെ വിശ്വസിക്കരുത് അപ്പച്ചി. ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. നിന്റെ ബോംബെയിലെ ഗുണ്ടായിസ് ഇവിടെ വേണ്ട. ക്രിസ്റ്റിക്ക് എന്താ വേണ്ടത്? എല്ലാം എന്റെ കുറ്റമാണെന്നാണ് സ്ഥാപിച്ചെടുക്കേണ്ടത്. ഞാൻ ഏൽക്കാം. അപ്പച്ചി, ഇവൻ പറയുന്ന കേട്ടില്ലടാ. ഇനി എന്റെ മൂത്ത മോന്റെ സ്ഥാനത്ത് ഇവനാ. ഇവിടെ നീ ഇനി വരരുത്. ഇവളുടെ വിവാഹം ശേഷിക്കുന്ന എന്റെ ഏക സ്വപ്നമാണ്. നീ എന്ന ക്രിമിനലിന്റെ പേരിലാണ് പല നല്ല ആലോചനകളും മുടങ്ങിയത്. ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള ആരുടെ മുമ്പിലും അപേക്ഷിച്ചിട്ടില്ല. ഇപ്പൊ അപേക്ഷിക്കുക നിന്നോട്. ദയവ് ചെയ്ത് നീ ഈ നാട്ടിലേക്കേ വരരുത്. നീ ഇവനെ സൂക്ഷിക്കണം. നിന്നെ ഇപ്പൊ ഞാൻ വെറുതെ വിടുന്നു. പക്ഷെ നിനക്ക് വേണ്ടി കരീം ലാല കാത്തിരിപ്പുണ്ട്. വൈപ്പിനടുത്താണ് ഈ ബോട്ട് നിൽക്കുന്നത്. സോ വൈപ്പിനടുത്തുള്ള ഏതോ ബിൽഡിങ്ങിലാണ് പെൺകുട്ടിയെ ഒളിപ്പിച്ചിരിക്കുന്നത്. എന്റെ അടുത്തേക്ക് വരരുത്. ക്രിസ്റ്റി, ഞാൻ പറയുന്നത് കേക്ക്. ഇവയ്ക്ക് വേണ്ടി അച്ഛൻ എത്ര പണം വേണമെങ്കിലും തരും. നമുക്ക് ഭാഗം ചെയ്യാം. വേണമെങ്കിൽ നീയും കൂടെ കുടിക്കോ. നിനക്കും ഷെയർ തരാം, പെണ്ണും പണവും. എന്നെ കൊല്ലാൻ കഴിയുമെങ്കിൽ കൊല്ലടാ, കൊല്ല്. കഴിയില്ല നിനക്ക്. എന്നെ കൊന്നാൽ കണക്ക് പറയേണ്ടി വരും നിനക്ക് നിന്റെ അപ്പനോട് ജീവിതകാലം മുഴുവൻ. നിന്നെ കൊന്നാലും എന്റെ അപ്പൻ എന്നെ തിരിച്ചറിയുന്ന ഒരു കാലം വരും. പക്ഷെ കരീം ലാല, ഞാൻ അദ്ദേഹത്തിന് ദാനം ചെയ്തതാ നിന്റെ ഈ ജീവൻ. കരീം ലാല, അതിന് അയാൾക്ക് എന്നെ കണി കാണാൻ കിട്ടിയിട്ട് വേണ്ടേ കൊല്ലാൻ. രഞ്ജിത്ത്,
മീനാക്ഷി, പേടിക്കണ്ട. മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞയച്ചതാ എന്നെ. കം. ഓക്കെ സാർ. റൂം വെക്കേറ്റ് ചെയ്ത് എയർപോർട്ടിലെത്തി ടിക്കറ്റ് കളക്ട് ചെയ്യണം. ഓക്കെ സാർ. ഞാൻ മീനാക്ഷിയെ ഡ്രോപ്പ് ചെയ്ത് എയർപോർട്ടിലെത്താം. സാർ. കം. അച്ഛാ, വിജി, ദാ മോളെത്തി. മോളെ. മോളെ. താങ്ക്സ്. ഞാനിപ്പോ തന്നെ പോകുന്നു. എന്റെ കൂടെയുള്ളവര് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാണ്. എന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറയണം. ഷുവർ. അച്യുതാ, ഓ സാറിനൊന്ന് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. ശരി സാർ. ശരി. ഓക്കെ. വാ മോളെ. സാർ എങ്ങനെയുണ്ട്? നമുക്ക് പോകാം എങ്ങോട്ട്? അധോലോകത്തേക്ക്. സാർ എനിക്ക് ചെറിയ രീതിയിൽ വെട്ടാനും കുത്താനൊക്കെ അറിയാം. ടും ടിം ടബേ ടമാർ. സാർ ഒരുപാട് ചോര പുരണ്ട കത്തിയായത്, കോഴിയുടെ മീന്റെ. സാർ പ്ലീസ് സാർ, എന്നെ ഒരു ദാവൂദോ ഒരു ചോട്ടരാജനോ ആക്കി തന്ന മാത്രം മതി. ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ജീവിച്ചോളാം. ഇപ്പൊ ഈ ലോക ചക്രവർത്തിമാർക്ക് പിന്നിലാണ് അധോലോകം. സുധാകരൻ സാർ നിന്ന നിൽപ്പിൽ കോടികൾ ഉണ്ടാക്കിയത് നീയും കണ്ടതല്ലേ. ദക്ഷിണ വെക്കേണ്ടത് അവിടെയാണ്. ഗുഡ് ബൈ. അപ്പൊ ആണോ? അയ്യോ സാറെ പോകല്ലേ, അയ്യോ സാറെ പോകല്ലേ. എന്താടോ? നാളെ രാഹുകാലത്തിന് മുമ്പ് വെറ്റിലും പാക്കുമായിട്ട് ഞാൻ വരും. എന്തിന്? ദക്ഷിണ വെക്കാൻ. ഛെ, പോടോ. യെസ്. ഹോം മിനിസ്റ്റർ മകളെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചു അല്ലേ? കൺഗ്രാറ്റ്സ്. പക്ഷേ ചെറിയൊരു പ്രശ്നം. അവളെ തട്ടിക്കൊണ്ടായ ജോർജ് കുട്ടിയില്ലേ, അയാൾ കൊല്ലപ്പെട്ടു. അയാളുടെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ തന്നെ പോലീസിന് ഇൻഫോം ചെയ്ത്. അവസാനമായിട്ട് അവിടെ വന്നത് നിങ്ങളാണെന്നാണ് അവരുടെ മൊഴി. മന്ത്രി ഇടപെട്ട കേസ് ആയതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാലും മീഡിയ ഒന്ന് ധരിപ്പിക്കാൻ ചെറിയൊരു ലീഗൽ ഫോർമാലിറ്റി. എന്റെ കൂടെ ഒന്ന് വരണം. ഈ കാർ തന്നെ മതി. ഓക്കെ. ക്ലിയർ. ലെറ്റ്സ് മൂവ്.